to my channel. അപ്പോൾ ഒരു ഫ്രഷ് വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി സാരി മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആ ട്യൂട്ടോറിയലിൽ ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാം കാണണ്ടേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സമയം കളയാതെ അങ്ങോട്ടേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകാം. വരും. ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മേ 9 to 5 നാച്ചുറൽ ഡേ ക്രീമാണ്. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനോട് ബ്ലെൻഡ് ആവും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഫേസിലും നെക്കിലും ഇട്ട് കൊടുക്കുക. നെക്കിലിടാൻ മറക്കരുത്. ഫേസ് എന്ന് പറയുമ്പോൾ നെക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഫേസിലും നെക്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. ഇതിൽ ആലോവേറ എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് ഇതിടുമ്പോൾ. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആവും. അപ്പം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിൽ SPF 20 അടങ്ങിയിട്ടുണ്ട്. സൺസ്ക്രീൻ ഇടുന്ന ആൾക്കാർ ആദ്യം സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതിടുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിലും നെക്കിലും. ലിപ്സിന് വേണ്ടി ഞാൻ ഇടാൻ പോകുന്നത് നിവിയ സ്ട്രോബെറി ഷൈൻ ലിപ് ബാം ആണ്. ഇതിൽ ചെറിയൊരു ഷിമ്മർ കോട്ടിങ്ങും കൂടെ നമുക്ക് കിട്ടും. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മേ ആബ്സല്യൂട്ട് സ്കിൻ നാച്ചുറൽ മൂസ് ആണ്. ഇതൊരു മൂസ് ഫൗണ്ടേഷൻ ആണ്. ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഫിംഗർ ടിപ്പ് കൊണ്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിടാനായിട്ട് പ്രത്യേകിച്ച് ബ്രഷിൻ്റെയോ അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇത് വെയ്റ്റ്ലെസ് മൂസ് ഫൗണ്ടേഷൻ ആണ്. നമുക്ക് ഇത് ഇട്ടതിന് ശേഷം ഒരു ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്ന ഒരു ഫീലിങ്ങേ കാണില്ല. നന്നായിട്ട് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക സ്കിന്നിൽ. ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യണം. ഇത് 6 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഐവറി ഫെയർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതുപോലെ നന്നായിട്ട് സ്കിന്നിൽ ഫേസിലും നെക്കിലും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മേ 9 to 5 പ്രൈമർ പ്ലസ് മാറ്റ് പൗഡർ ഫൗണ്ടേഷൻ കോമ്പാക്റ്റ് ആണ്. ഞാനൊരു ബ്രഷ് കൊണ്ടാണ് ഇത് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു പൗഡർ പഫ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്താലും മതി. ബ്രഷ് തന്നെ വേണമെന്നില്ല. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഐവറി ക്രീം എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിൽ 6 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമ്മുടെ മൂസ് ഫൗണ്ടേഷനും 6 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കോമ്പാക്റ്റ് പൗഡറിനും 6 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഫാഷൻ ബ്രൗ ക്രെം പെൻസിലാണ്. ഞാൻ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഐബ്രോസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഐബ്രോസ് എഴുതാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ ഐബ്രോസ് എഴുതണം എന്നില്ല. ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഐബ്രോ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ അൾട്ടിമേറ്റ് പ്രോ ഇൻറ്റൻസ് ജെൽ കാജലാണ്. ഇത് ഞാനിപ്പോൾ ഒരു സ്മോക്കി ഐ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജെൽ കാജൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്മഡ്ജറും അവൈലബിൾ ആണ്. ഇതിൻ്റെ ജസ്റ്റ് ബാക്ക് സൈഡിൽ തന്നെ ആ സ്മഡ്ജർ ടിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യമുള്ള ലൈനർ മാത്രം ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഈ സ്മഡ്ജർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യമനുസരിച്ച് വീണ്ടും ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വീണ്ടും സ്മഡ്ജ് ചെയ്യുക.
നന്നായി സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്മോക്കിയായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ സ്മോക്കിയായി ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഞാൻ വെറും ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ബ്രഷ് കൊണ്ടുകൂടി ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇയർബഡ് യൂസ് ചെയ്തിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറുണ്ട്. സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജെൽ കാജൽ തന്നെ വേണമെന്നില്ല. നമ്മുടെ നോർമൽ കാജലായാലും മതി. അതിനെ പക്ഷെ നന്നായിട്ട് നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇയർബഡ് യൂസ് ചെയ്തിട്ടോ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കണ്ണിൻ്റെ താഴത്തെ പോർഷനിലും കൂടി സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളത് വാട്ടർ ലൈനിലും കുറച്ച് പുറത്തോട്ടും കൂടെ ആയിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്മഡ്ജർ യൂസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മേളിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ താഴെയും നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മോക്കിയായി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ലൊരു സ്മോക്കിയായി കിട്ടുള്ളൂ. ഏകദേശം ആയിന്ന് തോന്നുന്നു. എനിക്കൊരു സമാധാനമില്ല. ഞാൻ വീണ്ടും വീണ്ടും സ്മഡ്ജ് ചെയ്യുക. യെസ്. ഐലാഷസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേ ഐക്കോണിക് ലാഷ് കേളിംഗ് മസ്കാരയാണ്. ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു വോളിയം തോന്നിക്കുന്ന ഒരു മസ്കാരയാണിത്. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഇത് വെറ്റ് ആൻഡ് വൈൽഡ് കളർ ഐക്കൺ ഓംബ്രെ ബ്ലഷാണ്. എൻ്റെ ചീക്ക് ബോൺസിൻ്റെ അവിടെയാണ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കോൺടോർ ഒന്നും ചെയ്യുന്നില്ല. ഒരു ഫ്ലാറ്റ് ടോപ്പ് ബ്രഷ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്. അങ്ങനെ ഞാൻ സാരി ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് PROARTEൻ്റെ ലിപ്പ് ലൈനറാണ്. റെഡ് ഷെയ്ഡാണ്. അടുത്തതായിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ്. ഈ ലിപ്സ്റ്റിക് നൈക്കയുടെ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ബബിൾഗം പോപ്പ്. ഒരു കാര്യം മറന്നുപോയി, നെക്ക് പീസ് ഇടണ്ടേ. നെയിൽ പോളിഷും ഇട്ടു, ഹെയറും കെട്ടി, ലോ ബൺ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലുക്ക് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഒരു ലോ ബണ്ണാണ് ഞാൻ ഹെയറിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ലീവ് ചെയ്തിട്ടില്ല, വെറുതെ അഴിച്ചിട്ടിട്ടില്ല. ഒരു ലോ ബണ്ണാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ട് സൈഡിൽ നിന്നും രണ്ട് പോർഷൻ, അതായത് ഞാൻ നടുക്കുന്നാണ് പാർട്ടീഷൻ എടുത്തിരിക്കുന്നത്. ആ പാർട്ടീഷൻ വകുപ്പെടുത്തിട്ട്, നടുക്കുന്ന വകുപ്പെടുത്തിട്ട് കുറച്ചൊരു ഹെയർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലെയിൻ ഒരു സോഫ്റ്റ് ജോർജറ്റ് ഒരു സാരിയാണ്, നോർമൽ ഒരു സാരിയാണ്. പിന്നീട് ഒരു ഹൈ നെക്ക് ബ്ലൗസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ നെക്ക് പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബീഡ്സിൻ്റെ ഒരു നെക്ക് പീസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കമ്മൽ ഇട്ടിട്ടില്ല. ഞാൻ എന്ന് വെച്ചാൽ ഒരു സ്മോക്കി ഐസിന് ഒരു 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 ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടിട്ടിട്ടില്ല, കമ്മലും ഇട്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ലീവ് ചെയ്തിരിക്കുകയാണ് എല്ലാം ഭയങ്കര ഒരു കാഷ്വലായിട്ട്. അപ്പോൾ ഇതൊരു എന്താ ഈവനിങ് ഫങ്ഷനൊന്നും പോകാൻ പറ്റിയതല്ലെങ്കിലും ഒരു പാർട്ടീസ്, ചെറിയ കുഞ്ഞു കുഞ്ഞൊരു ഗെറ്റ് ടുഗെദറോ പാർട്ടീസോ അല്ലെങ്കിൽ മീറ്റിങ്സോ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നെ അറിയിക്കാൻ വഴിയുണ്ടല്ലോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് അയയ്ക്കുക. പിന്നീട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും, എനിക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.